പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ജോനാഥൻ കോർൻകൂസിൻ്റെ ഒരു യൂട്യൂബറുമായിട്ടുള്ള സംഭാഷണം നമ്മൾ കേട്ടു. അതിൻ്റെ ബാക്കി പാർട്ടാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ഈ കാണുന്ന വീഡിയോയിൽ തന്നെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അദ്ദേഹത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ IDFൻ്റെ ഒഫീഷ്യൽ വക്താവായ ജോനാഥൻ വളരെ കൃത്യവും വ്യക്തവുമായ മറുപടിയും നിലപാടുകളും വ്യക്തമാക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആരും ശ്രദ്ധിക്കാത്ത, എന്നാൽ എല്ലാവരും കണ്ണുമടച്ച് ആരോപിക്കുന്ന 14,500 പേര് മരിച്ചു, അതിൽ 5000-ന് മുകളിൽ കുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് ഇത് പ്രോ പലസ്തീൻ, പ്രോ ഇസ്രായേൽ ചാനലുകാർ പോലും ഈ പലസ്തീൻ ഹമാസുകാർ മുന്നോട്ട് വെക്കുന്ന നുണപ്രചരണത്തിന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. ചോദ്യം ചെയ്യാതെ, വസ്തുതകളെ പരിശോധിക്കാതെ, ഹമാസ് എന്ന യാതൊരു ധാർമ്മികതയും ഇല്ലാത്ത മനുഷ്യകുലത്തിലെ ഏറ്റവും കിരാതമായ മനുഷ്യരുടെ സംഘടനയായ ഹമാസിൻ്റെ ആളുകൾ വിളിച്ചു പറയുന്ന, ആരോഗ്യ മന്ത്രാലയം വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അതേപടി എടുത്തിട്ടാണ് ഇസ്രായേലിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഒന്ന് കേൾക്കാം. നമ്മുടെ ഈ സഹോദരൻ ജോനാഥനോട് ചോദ്യം ചോദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. Sorry, not the Palestinian Authority, the health ministry of Gaza, which is Hamas, is claiming that there's 14,000 deaths. Two questions for you. Number one is, how much of those deaths do you believe are actual Hamas fighters? Because from the numbers that they were talking about before, there's between 30 and 40,000 Hamas fighters. So how many of those are actual Hamas fighters, and how many of those would you say are civilians? And how accurate is that number? Yeah. I mean, 14,000 is a big number. That's a big number. 14,000 bodies. You would see videos and pictures that you can't hide 14,000 bodies. But there will be, if you're going after all of Hamas and you're going to kill every single Hamas terrorist, then there's going to be 30 or 40,000 bodies. That's a lot of bodies. Yeah. So പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഈ യൂട്യൂബർ അല്ലെങ്കിൽ ഈ ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം 14,500 പേർ മരിച്ചു എന്നാണ് ഹമാസിൻ്റെ ഒഫീഷ്യലായ ആളുകൾ പറയുന്നത്. ഇത് അതേപടി ഏറ്റുപാടുകയാണ് എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലോ ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിലോ ഇനി ഹമാസിൻ്റെ പ്രോ പലസ്തീൻ മാധ്യമങ്ങൾ അൽ ജസീറയിലോ ഒന്നും ഇത്ര വ്യാപകമായ ബോഡികൾ കാണാനില്ല. ഈ 14,000 പേരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളും ആണോ? അപ്പോൾ അതിൻ്റെ എവിഡൻസ് കാണണ്ടേ? ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ 14,500 എന്ന ഹമാസിൻ്റെ ഒഫീഷ്യൽ ഈ ഭീകര സംഘടനയുടെ ആരോഗ്യ മന്ത്രാലയം പറയുന്ന കാര്യം സത്യമാണോ? അതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ജേർണലിസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ ജോനാഥൻ്റെ മറുപടി നമ്മൾക്ക് കേൾക്കാം. By the way, may I share one other thing about for the listeners about By the way, may I share one other thing about for the listeners about killing Hamas terrorists. According to Torah, you have a mitzvah. If somebody is trying to kill you, you have a mitzvah to kill them first. That is the moral, according to Torah, that is the moral thing to do. The world is lecturing Jews right now. In Hebrew is haba lehorgecha hashkem lehorgo. How do you translate it? The one who tries to kill you, you should rise up first and kill him. Haba lehorgecha hashkem lehorgo. There you go. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മോറൽ സൈഡാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾക്കും ബാധകമാണ്. പ്രതിരോധത്തിന് വേണ്ടിയുള്ള കൊല. ഇപ്പോൾ യഹൂദരുടെ തോറയുടെ വ്യാഖ്യാനങ്ങളായ ഗ്രന്ഥങ്ങളും വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഒരാൾ നിന്നെ കൊല്ലാൻ തീരുമാനിച്ച് വരികയാണെങ്കിൽ അവൻ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ ഉണർന്ന് അവനെ കൊല്ലണം എന്ന് പറയുന്നത്. അത് സ്വാഭാവികമായി നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. നിങ്ങളെ ഒരാൾ കൊല്ലുമെന്ന് പറഞ്ഞ് 100% ഉറപ്പിച്ച് വരികയാണ്. നിങ്ങളുടെ മുന്നിൽ വേറെ ഓപ്ഷനൊന്നുമില്ല.
നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തിരിച്ചവനെ ആക്രമിക്കുക, ആവശ്യം വന്നാൽ അവനെ കൊന്നിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. ഇത് വളരെ മോറലായ ഒരു സംഗതിയാണ്. അപ്പം തോറയിലൂടെ യഹോവ പറഞ്ഞ ആ സത്യം പറയുകയാണ്. എന്നിട്ട് യഹൂദർക്ക് അതിനുള്ള ഒരു മൊറാലിറ്റി ഉണ്ട്. എത്ര സമാധാനത്തിൽ ജീവിച്ചാലും യഹൂദരെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന ഇസ്ലാമിക വിശ്വാസവും പേറി കൊല്ലാൻ മാത്രമായി, യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായി പ്രോ ഇസ്ലാമിക് പ്രൊപ്പഗണ്ടയുടെ ഭാഗമായി ഹമാസ് പ്രവർത്തിക്കുമ്പോൾ യഹൂദർക്ക് അവരെ ആക്രമിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് ആദ്യമായിട്ട് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എതിരാളികളെ തകർക്കുക എന്ന മൊറാലിറ്റി. The whole world is lecturing Jews about morality. This is the moral thing. So let's speak about the numbers, right? Yes. So Gaza, let's take first of all the population of Gaza. Gaza has a population of, let's say, 2.3 million Palestinians, and obviously half women, half men, like the global population, but a very young population. So there's a lot of under 18-year-olds because for many reasons in Gaza they make many children. What is interesting, אם את צריכה לצאת ולטפל בזה, אז כן, תעני בבקשה. Sorry, let's do that again. Okay. In terms of the population in Gaza, Gaza is home to 2.3 million people, right? Half of them men, half of them women. And it's a very young population as well. Many of them are under the age of 18. And when you look at the numbers that are reported by the Gaza-controlled health ministry, one age group is missing, and it's very mysterious. The age group of 17 to 35-year-old men, which is universally considered to be fighting age men. They're missing from the reporting, and the only thing that we hear emphasized day and night and parroted by international media and by the UN, its various institutions, they're all falling over each other in order to parrot these numbers, is 14,000 people have been killed, almost all of them civilians, men, women, children, and the elderly. That's the catchphrase. That's the soundbite. Right. Now, Right. when you look into it, it doesn't make sense. Where are all the men? പ്രിയമുള്ള സഹോദരന്മാരെ, ഇദ്ദേഹം ജോനാഥൻ കോണിക്കാസ് എന്ന IDF ഒഫീഷ്യൽ വക്താവ് വളരെ ന്യായമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. 14,000 ഗാസയിൽ ഏകദേശം 2.3, ഏകദേശം 23 ലക്ഷം ജനങ്ങളുണ്ട്. ലോകത്തിലെ പോപ്പുലേഷൻ എടുത്താൽ ഏറ്റവും യങ്ങർ പോപ്പുലേഷൻ ഉള്ളത് അവരാണ്. കാരണം അവരുടെ പല കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു ജനതയാണ് പലസ്തീനിയർ. അപ്പം 17-നും 35-നും ഇടയിലുള്ള ആളുകളാണ് അവിടെ വളരെ കൂടുതലാണ്. അവർ കുറേയൊക്കെ ഹമാസുകാരായിരിക്കും, എങ്കിൽ പോലും ഈ ലിസ്റ്റിൽ അവരില്ല. അവരെവിടെ പോയി? കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമാണ് ഇവർ ഈ 14,500 പേർ ലിസ്റ്റിൽ. അൺഫോർച്ചുനേറ്റ്ലി, അല്ല ദൗർഭാഗ്യവശാൽ, ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ആരോഗ്യ മന്ത്രാലയം കൊടുക്കുന്ന ആ കണക്കിനെ അതേപടി എടുത്ത് വളരെ ഇസ്രായേലിനെതിരെ വലിയ പ്രചരണം നടത്താൻ UN-ൻ്റെ ഭാഗമായ കമ്മീഷനുകളും മനുഷ്യാവകാശ സംഘടനകളും ഇൻ്റർനാഷണൽ മീഡിയയുമൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണ്, അതിൻ്റെ ശരി എന്താണ്? ഈ കണക്ക് ശരിയാണെങ്കിൽ ബാക്കി ഈ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ കണക്ക് എവിടെ വന്നു? എല്ലാവരും സിവിലിയൻസ് ആണെന്നാണ് പറയുന്നത്. ജോനാഥൻ പറയുകയാണ് 17-35 ഇടയിലുള്ള ആളുകളെയാണ് യൂണിവേഴ്സലായിട്ട് ഫൈറ്റിംഗ് അല്ലെങ്കിൽ പോരാളികൾ ഗണത്തിൽപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 14,500 എല്ലാവരും സിവിലിയൻസ് ആണെങ്കിൽ ഈ 17-35 ഏകദേശം 10,000-40,000 വരുന്ന ഹമാസിൻ്റെ ആളുകളെവിടെ പോയി? അവരാരും മരിച്ചിട്ടില്ലേ? അപ്പോൾ ഈ കണക്ക് അതിൽ നിന്ന് തന്നെ ലോജിക്കലി ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്ന ഒരു വ്യാജ പ്രചരണമാണെന്നും, അതിനേക്കാൾ ഉപരി ഈ വ്യാജ പ്രചരണത്തിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്യാതെ UN പോലെയുള്ള സംഘടനകൾ മറ്റനേകം പ്രോ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻ്റർനാഷണൽ മീഡിയകൾ പോലും അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു അയുക്തികത, ഒരു ധാർമ്മികത ഇല്ലായ്മയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. നമുക്ക് തുടർന്ന് കേൾക്കാം.
men. I know where all the men are. They're there, and they are Hamas combatants. Many of them are Hamas combatants, and many of those Hamas combatants have been killed. Many of them have been killed either in their tunnels or on the battlefield, and many of the bodies haven't been exposed yet. And I think it is appalling that so many international organizations and international media take the numbers that are disseminated by a party of a conflict that have an interest. It's not some international organization that doesn't have skin in the game. This is Hamas saying, claiming, and this is a terrorist organization that has a known track record of lying and manipulating and spreading falsehoods. And many people, organizations, and leaders around the world take that information and use it as if it's true. And അദ്ദേഹം പറയുകയാണ്, യാതൊരു തരത്തിലും സത്യസന്ധതയുടെ ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത ഹമാസ് മുന്നോട്ട് വെക്കുന്ന ഈ കണക്കുകൾ അതേപടി വിശ്വസിച്ച് അത് ട്രൂ ആയി എടുത്തുകൊണ്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനുകളും ഇൻ്റർനാഷണൽ ന്യൂസ് ചാനലും ഒക്കെ പ്രവർത്തിക്കുന്നു. ഇത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വസ്തുതകൾ ഫാക്റ്റ് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യണം. 14,000 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബോഡികൾ അവിടെ പോയി. അവിടെയുള്ള യൂത്തായ 17-30 വർഷത്തിലുള്ള ആളുകളെ ആരെയും ഇസ്രായേൽ പട്ടാളത്തിന് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലേ? നിരന്തരമായി ബോംബിങ് യുദ്ധവും നടക്കുകയാണ്. ഇപ്പോൾ ഹമാസ് കൊടുക്കുന്ന കണക്ക് 14,500 സിവിലിയൻസ് ആണെന്ന് പറഞ്ഞ കണക്കാണെങ്കിൽ അതിനുള്ള തെളിവുകൾ അവർ കാണിക്കണ്ടേ? അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും നുണയാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സിവിലിയൻ ഡെത്ത് ഉറപ്പായിട്ട് സിവിലിയൻസ് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഹമാസ് വെക്കുന്ന കണക്കും ഹമാസിൻ്റെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും സിവിലിയൻസിന് മേലുള്ള മുതലക്കണ്ണീരും ഒന്നാം തരം കള്ളത്തരമാണ് എന്ന് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. I find it appalling because that isn't reality. Yes, probably, most likely, many civilians have died in Gaza. And as a Jew, as an Israeli, as a person with a heart, that saddens me. That saddens many in the idea if we don't try to kill civilians. It's hard to see those videos. Me too. It is. 100%. We don't want to kill civilians, and we don't want to see houses destroyed, and we don't want to see wounded civilians and children in despair. None of that is what we as a country or individuals want to see. But or as a people. പ്രിയമുള്ളവരെ, ഇവിടെ ജോനാഥൻ പറയുകയാണ്, ഉറപ്പായിട്ടും സിവിലിയൻസ് ഒക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഹമാസ് പറയുന്ന കണക്കല്ല. പക്ഷേ ഇസ്രായേൽ ഒരു രാജ്യമെന്ന നിലയിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടോ സിവിലിയൻസ് മരിക്കുന്നതിനെ ആഗ്രഹിക്കുന്നില്ല, മുറിവേൽക്കുന്നതിനെ ആഗ്രഹിക്കുന്നില്ല, അവരുടെ വീടുകളും സ്ഥാപനങ്ങളും തകർക്കപ്പെടുന്നതിനെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. Or as a religion, it's not what we want to see. Definitely, that is not our way. But that is the unfortunate, sad reality of fighting in urban terrain. അത് റൈറ്റാണ്. പക്ഷേ ഒരു സിവിലിയൻസ് മരിക്കുക എന്നുള്ളത് അർബൻ എങ്കിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലുള്ള യുദ്ധത്തിലുള്ള ഒരു അൺഫോർച്ചുനേറ്റ് ആണ്. സിവിലിയൻസിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് ഒരിക്കലും സിവിലിയൻസിനെ ഷീൽഡായി പിടിച്ചുകൊണ്ട് സിവിലിയൻസിനെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്ന ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളോട് യുദ്ധം ചെയ്യുമ്പോൾ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Densely populated urban terrain, and specifically fighting against an enemy that his whole system of fighting is first and foremost to have civilians above all of their military, and then to hide underneath those civilians and to use everything that is supposed to be protected, like schools, mosques, churches, hospitals, ambulances, infirmaries, clinics, everything that is supposed to be not a military target. Hamas uses them. And by now we have exposed so much of all of the hospitals, the Irantisi hospital, the Indonesian hospital, the Shifa hospital, and all of the other hospitals that Hamas uses underneath and within the hospital to fight against Israel. We have exposed how they fire rockets from UN compounds, how there are Hamas combatants inside schools, how they are firing rockets from houses, how they're using houses, ordinary civilian houses, as staging grounds for attacks, how they hide weapons inside houses and schools and mosques, and this goes on and on and on. That is the reason
why there are civilian casualties. And another reason is because Hamas has all of their tunnels underneath the civilians, and they rely yet- on the fact that the civilians are there. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയുകയാണ് സിവിലിയൻസിൻ്റെ അണ്ടറിൽ ടണലുകൾ പണിതിട്ടാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത്. ഹോസ്പിറ്റലുകളും സ്കൂളുകളും ഒക്കെ എല്ലാ സിവിലിയൻ ഫെസിലിറ്റികളും ഇൻ്റർനാഷണൽ ലോ അനുസരിച്ച് പട്ടാളം ഉപയോഗിക്കാൻ പാടില്ലാത്ത എല്ലാ സിവിലിയൻ ഫെസിലിറ്റികളുടെയും അണ്ടറിൽ നിന്നുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. UN-ൻ്റെയൊക്കെ സമാധാനത്തിന് വേണ്ടിയുള്ള ഓഫീസുകളിൽ നിന്നും കിൻഡർ ഗാർഡനുകളിൽ നിന്നും സ്കൂളിൽ നിന്നും ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് നിന്നുമൊക്കെയാണ് അവർ റോക്കറ്റ് വിടുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് സാധാരണ മനുഷ്യരുടെ കാലിൻ്റെ അടിയിലൂടെയാണ്, സാധാരണ മനുഷ്യരുടെ വീടിൻ്റെ അടിയിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റി ഒഴിച്ചുകൂടാൻ പറ്റും. And yet, as you mentioned, the media conveniently looks over this and it's only the Israelis. I want to go back to the hostages for just one moment. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ റിയാലിറ്റിയെ അംഗീകരിക്കാതെ ഇൻ്റർനാഷണൽ മീഡിയയും UN-ഉം ഒക്കെ ഇസ്രായേലിൻ്റെ സൈഡിലുള്ള ഡിഫിക്കൽറ്റിനെയും ഇസ്രായേൽ നേരിടുന്ന പ്രശ്നങ്ങളെയും ചിന്തിക്കാതെ ഏകപക്ഷീയമായി ഹമാസ് എന്ന ഒരു ധാർമ്മികതയുമില്ലാത്ത സ്വന്തം സിവിലിയൻസിനെ, സ്വന്തം സമൂഹത്തിലെ ആളുകളെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് മനുഷ്യപരിചയായി പിടിച്ച് അവരുടെ ചുടുചോര കുടിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹമാസ് പോലെയുള്ള സംഘടനകളെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഇൻ്റർനാഷണൽ മീഡിയ ഒന്നും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് വളരെ ന്യായമല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ? കാരണം അവസരം കിട്ടിയാൽ ഒക്ടോബർ 7 പോലെയുള്ള നിരവധി ആക്രമണങ്ങൾ നടത്തും. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ ഓരോ നിമിഷവും സ്വന്തം അരയ്ക്ക് ബോംബ് പൊട്ടി ഒരു ജൂതനെ കൊല്ലുന്നതിൽ സന്തോഷിക്കുന്ന കിരാതമായ മാനസിക അവസ്ഥയുള്ള വളരെ കാടന്മാരായ സ്വന്തം നവജാത ശിശുക്കളെ പോലും മൈക്രോവേവ് ഓവനിൽ വെച്ച് വേവിക്കുന്ന ഗർഭിണികളുടെ വയറ് പിളർന്ന് കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് കൊല്ലുന്ന, ഗർഭിണികളെ കൊല്ലുന്ന, ബലാത്സംഗം ചെയ്യുന്ന, പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന, കൊല്ലുന്ന, ബന്ദികളാക്കുന്ന ഈ കിരാത സമൂഹം സ്വന്തം ജനതയെ പരിചയമായി പിടിച്ച് ഇസ്രായേലിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അവരുടെ ചുടുചോര വിറ്റ് ലോക രാജ്യങ്ങളിൽ ചുടുചോര വിറ്റ് സംഭാവന വാങ്ങി 5 നക്ഷത്ര ഹോട്ടലുകളിൽ ജീവിക്കുന്ന രക്തത്തിൻ്റെ കറയോടുകൂടിയ നേതാക്കന്മാരാണെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ നേരിടുമ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒഴിച്ചുകൂടാൻ വേണ്ടി ഹമാസ് എന്ന സംഘടന ഗാസയിലുണ്ടെങ്കിൽ ഇസ്രായേലിൽ ഒരാൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഏത് നിമിഷവും റോക്കറ്റുകളും ബോംബുകളും ആത്മഹത്യാ സ്ക്വാഡുകളും ഒക്കെ രംഗപ്രവേശിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ അനിവാര്യമായി യുദ്ധം ചെയ്യുമ്പോൾ ഹമാസ് പോലെയുള്ള യാതൊരു സത്യസന്ധമായ ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഈ കിരാത സംഘടന നൽകുന്ന കണക്കുകളൊക്കെ അന്ധമായി വിശ്വസിച്ച് ഫാക്റ്റ് പോലും ചെക്ക് ചെയ്യാതെ ഈ പ്രചരണത്തിൻ്റെ പാർട്ടായി മാറുന്നത് തികച്ചും യുക്തിരഹിതമാണ്. ഉറപ്പായിട്ടും 10,000-കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടാവും. അതിൽ നല്ലൊരു ശതമാനം ഹമാസ് പോരാളികൾ തന്നെയായിരിക്കും. പക്ഷേ ഹമാസ് അതെല്ലാം മറച്ചു വെച്ച് സിവിലിയൻസിനെ കൊല്ലുന്നേ, കുട്ടികളെ കൊല്ലുന്നേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പാർട്ടായി നിങ്ങൾ മാറരുത്. മോറലി ഇസ്രായേലും ഇസ്രായേൽ സൈന്യത്തിനും ലോക സമാധാനത്തിനും നിങ്ങൾ ഗാസയിലെ പലസ്തീനികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഗാസയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും നന്മയ്ക്ക് വേണ്ടി, ഗാസയിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഹമാസ് എന്ന ഭീകര സംഘടനയെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ നടത്തുന്ന ശ്രമത്തിന് പരിപൂർണമായ പിന്തുണ കൊടുക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിലും പലസ്തീനിലുമെല്ലാം സമാധാനം കൊണ്ടുവരട്ടെ.